നിന്റെ കാമുകി നിന്നെ ഇന്ന് ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നുണ്ടാവാം. പക്ഷെ അവൾ അവളുടെ ആദ്യത്തെ പ്രണയം മറന്നിട്ടുണ്ടാവുമോ? നിങ്ങളത് ചോദിക്കുമ്പോൾ തന്നെ അവൾക്കത് ഓർമ്മ വരികയും ചെയ്യും. കാരണം മനുഷ്യന്മാരങ്ങനെയാണ്, നമുക്ക് നമ്മുടെ ആദ്യത്തെ പ്രണയം മറക്കാൻ കഴിയില്ല. ഈ സൈക്കോളജിനെ ആസ്പദമാക്കിയിട്ട് ഇന്നലെ ഞാനൊരു വെബ് സീരീസ് കണ്ടു, എവരി ആഫ്റ്റർ ഇയർ. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, പേഴ്സി ബെറിസ്ബേ വിട്ട് പോയി കുറെ വർഷമായി. 10 വർഷത്തിന് ശേഷം അവൾ അവളുടെ പഴയ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരികയാണ്. അവിടെ പഴയ കളിക്കൂട്ടുകാരനായ സാമിനെ അവൾ കണ്ടുമുട്ടുന്നു. തന്റെ ഹൃദയം തകർത്ത മനുഷ്യൻ, ആദ്യമായി സുരക്ഷിതമാണെന്ന് തോന്നിയ മനുഷ്യൻ, ആദ്യമായി നഷ്ടപ്പെടുമെന്ന് പേടിച്ച മനുഷ്യൻ. പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ അത് തിരികെ കിട്ടുമ്പോഴോ അതേ അവസ്ഥയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന പെണ്ണിനും വരുന്നതെങ്കിലോ അപ്പോൾ അവൾ തിരിച്ച് പഴയ കാമുകന്റെ കൂടെ പോകുമോ? പേഴ്സി വീണ്ടും സാമിനെ കണ്ടുമുട്ടുമ്പോൾ അവൾ അവളുടെ പഴയ പ്രണയത്തിലേക്ക് പോകുമോ? സാം തന്റെ പഴയ പ്രണയം അന്വേഷിക്കുകയാണോ? സൈക്കോളജിയിൽ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. മനുഷ്യന് സ്വഭാവം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. എപ്പോഴും സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സിറ്റുവേഷൻ അനുസരിച്ച് തൻ്റെ ഫീലിങ്സ് വലുതായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് മനുഷ്യനൊരിക്കലും തൻ്റെ ആദ്യ ചുംബനം, ആദ്യ പ്രണയം, ആദ്യ കെട്ടിപ്പിടുത്തം, ആദ്യ സുരക്ഷിതത്വം ഇതൊന്നും മറക്കില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ ഒട്ടും മറക്കില്ല. ഏത് റൊമാൻറ്റിക് ഫീൽ ഗുഡ് മൂവി എടുത്താലും അതിൽ മിക്കപ്പോഴും ആദ്യ പ്രണയത്തെ പറ്റി പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? അത് ആദ്യമായത് കൊണ്ടല്ല. ആദ്യമായിട്ടാണ് നമ്മൾ ഒരാളെ കേൾക്കുന്നത്, ആദ്യമായിട്ടാണ് നമ്മൾ ഒരാൾക്ക് വേണ്ടി മാറുന്നത്, ആദ്യമായിട്ടാണ് നമ്മൾ നമ്മളെ തന്നെ വേറൊരു വ്യക്തിയിലൂടെ കാണുന്നതും മനസ്സിലാക്കുന്നതും. അതുകൊണ്ടാണ് ഓർമ്മ എപ്പോഴും ആഴത്തിൽ പതിയുന്നത്. കാരണം ആദ്യ പ്രണയത്തിൽ നമ്മൾ ഇമോഷണലി ജീവിക്കുകയായിരുന്നു. പക്ഷെ വളർന്നു വരുമ്പോൾ നമ്മൾ പ്രണയത്തിനെ ആനലൈസ് ചെയ്യാൻ തുടങ്ങും. അവിടെ ഒരാൾ ഇമോഷണലി സ്നേഹിക്കും, ഒരാൾ ബുദ്ധിയോടെ സ്നേഹിക്കും. പ്രണയത്തിൽ ഏതെങ്കിലും ഒരാൾ മണ്ടനോ മണ്ടിയോ ആയിരിക്കും. എവരി ആഫ്റ്റർ ഇയർ എന്ന സീരീസിൽ ആദ്യം കാണിക്കുന്നത് ഇവർക്ക് പണ്ട് പ്രണയമായിരുന്നു എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ടീനേജ് കാലത്ത് പ്രണയം അങ്ങനെ ഉണ്ടാവില്ല. കാരണം അവിടെ അപ്പോൾ ഒബ്സഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ടീനേജ് ഒബ്സഷൻ, അതായത് ടീനേജ് ആസക്തി, അത് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ജെൻസി കുട്ടികൾ തിരിച്ച് പഴയ കാമുകനെയോ കാമുകിയോ കാണുകയാണെങ്കിൽ എന്താ ഓർക്കുക? അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ, ഞങ്ങൾ പിരിഞ്ഞില്ലെങ്കിൽ ജീവിതം വേറെ ആയേനെ. ഈ ചോദ്യങ്ങൾ ഒരു യഥാർത്ഥ മനുഷ്യരെക്കാൾ വളരെ ശക്തമാവും. അതുകൊണ്ടാണ് ഇപ്പോൾ സമീപകാലത്ത് ഇറങ്ങിയ ഓഫ് ക്യാമ്പസ്, മൈ ഫാൾട്ട്, ഈ എവരി ആഫ്റ്റർ ഇയർ, സമ്മർ ഐ ടേണർ പറ്റി, ഇതെല്ലാം ഒബ്സഷനും പ്രണയത്തെയും പറ്റിയല്ല പറയുന്നത്. കിട്ടാതെ പോയ പ്രണയത്തെയും കിട്ടാതെ പോയ ആസക്തിയെ പറ്റിയിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആദ്യ പ്രണയം ഒരിക്കലും മറക്കില്ല എന്ന് പറയുന്നത്. ഇതാണ് ആമസോൺ പ്രൈം ശരിക്കും അവരുടെ സീരീസിലൂടെ പക്കയായിട്ട് വിൽക്കുന്നതും. ഇതാണ് എവരി ആഫ്റ്റർ ഇയറിലും കാണിക്കുന്നത്. കൗമാരത്തിൽ നമ്മൾ പ്രണയത്തിൽ ജീവിക്കുകയായിരുന്നു. പക്ഷെ നമ്മൾ വലുതായപ്പോഴോ ലവിനെ ആനലൈസ് ചെയ്യാൻ തുടങ്ങി. ആനലൈസ് ചെയ്യണതും ആ ഇമോഷനിൽ ജീവിക്കുന്നതിലും നല്ല വ്യത്യാസമുണ്ട്. ഇമോഷൻസിൽ നമ്മൾ ബ്രെയിൻ യൂസ് ചെയ്യില്ല, നമ്മൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോളും ചെയ്യില്ല. പക്ഷെ വലുതാവുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ ബ്രെയിൻ യൂസ് ചെയ്യും, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അവിടെ ഡിപ്രഷനും ഉണ്ടാവും. അപ്പോൾ ആദ്യ പ്രണയം നമ്മൾ ഓർക്കുമ്പോഴോ നമുക്ക് ആ ഡിപ്രഷനിൽ മാറും. കാരണം നമ്മൾ ഇമോഷണലി തിങ്കും. ഒരു പഴയ പാട്ടില്ലേ, ഷെയറി ഷെയറി ലേഡി ലിവിങ് ത്രൂ എ ഇമോഷൻസ്, അത് ആ ഇമോഷൻസിലൂടെയാണ് നമ്മൾ എപ്പോഴും സഞ്ചരിക്കുള്ളൂ. ആ ഇമോഷൻ തന്നെയാണ് ശരിക്കും പ്രണയം എന്ന് നമ്മൾ പലപ്പോഴും വിശ്വസിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുകയാണെങ്കിൽ, അവളുടെ എക്സ് ഇപ്പം അവളെ വിളിക്കുകയാണെങ്കിൽ, അവൾ മിക്കവാറും അവനായിട്ട് കോണ്ടാക്ട് വെക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ആദ്യം കുറച്ച് ഒന്ന് മാറ്റി നിർത്തുമെങ്കിലും അത് അവൻ നിർബന്ധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കോണ്ടാക്ട് തുടരും. പക്ഷെ ഒരു ഡിസ്റ്റൻസ് മിക്കവാറും വെക്കും. കാരണം അവൾ നിന്നെ ചതിക്കാനും താല്പര്യപ്പെടുന്നുണ്ടാവില്ല. ഇത് പെണ്ണുങ്ങളുടെ കേസിൽ മാത്രമല്ല, ആണുങ്ങളുടെ കേസിലും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആദ്യത്തെ പ്രണയം ആണുങ്ങൾ മറക്കില്ല. ആദ്യത്തെ പ്രണയം നിങ്ങളുടെ ഫ്ലോപ്പ് ആയാലും പിന്നെയും അതേ ക്യാരക്ടറുള്ള, അതേ സ്വഭാവമുള്ള ഒരു പെണ്ണുണ്ടോ എന്നാണ് നിങ്ങൾ വേറൊരു സ്ത്രീയിൽ നോക്കുകയുള്ളൂ. പക്ഷെ ഇത് പൂർണ്ണമായിട്ടും ശരിയല്ല. നമ്മൾ മറക്കാത്തത് ആ മനുഷ്യനെയല്ല, നമ്മൾ മറക്കാത്തത് ആ മനുഷ്യന്റെ ഒപ്പം ജീവിച്ചിരുന്ന ആ ജീവിതത്തെയാണ്. അന്ന് നിങ്ങൾക്കുണ്ടായ ഫീലിങ്സ് ഇല്ലേ, ആ ഫീലിങ്സിനെയാണ് നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തത്. നമ്മുടെ പഴയ വെർഷൻ ഇല്ലേ, അത് നമുക്ക് മറക്കാൻ കഴിയില്ല. എവരി ആഫ്റ്റർ ഇയറിൽ സാമിന്റെയും പേഴ്സിന്റെയും പഴയ കാലത്തെ പ്രണയത്തിന്റെ കഥയല്ല പറഞ്ഞത്. കാരണം നമ്മളിൽ പലരും ഇന്ന് ഒരു മനുഷ്യനെയല്ല സ്നേഹിക്കുന്നത്, നമ്മുടെ ആ പഴയ ഓർമ്മകളെയാണ് ശരിക്കും സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പഴയ പാട്ട് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു പഴയ വീട്ടിലേക്ക്, നമ്മുടെ ചെറുപ്പകാലം നമ്മൾ ജീവിച്ചിരുന്ന സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ആ രീതിയിൽ നമ്മൾ ജീവിക്കുന്നതും അത് ഓർത്തിട്ട് വേണച്ച് നമ്മളിപ്പോൾ വിഷമിക്കുന്നതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയായിരിക്കും.